അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അമേരിക്കയിൽ ഒരു മാസത്തെ ട്രെയിനിങ്ങിന് വേണ്ടി പോയ ഒരു സുഹൃത്ത് അദ്ദേഹത്തിൻ്റെ ഒരു അനുഭവം പങ്കുവെച്ചത് ഇന്നത്തെ നമ്മുടെ പുതിയ തലമുറക്ക് വളരെയധികം വെളിച്ചം നൽകുന്ന ഒന്നാണ്. അദ്ദേഹം പറയുന്നത് അമേരിക്കക്കാർക്ക് എല്ലാമുണ്ട്, പക്ഷെ അവർക്ക് ആരുമില്ല എന്നാണ്. അവരൊറ്റയ്ക്കാണെന്ന്. അതിനെ അദ്ദേഹം വിശദീകരിക്കുന്നത് അവിടുത്തെ സിറ്റികളെല്ലാം പ്ലാൻഡ് സിറ്റികളാണ്. അവിടുത്തെ ഓരോ കെട്ടിടങ്ങളും ഇനിയും 100 കൊല്ലമോ 200 കൊല്ലത്തൊക്കെ മുന്നിൽ കണ്ടുണ്ടാക്കിയതാണ്. അവിടുത്തെ റോഡുകൾ, അവിടുത്തെ നഗരങ്ങൾ ഏത് നോക്കിയാലും അത്യാധുനികമായ സൗകര്യങ്ങളോട് കൂടെ തയ്യാറാക്കപ്പെട്ടിട്ടുള്ളതാണ് അവിടെയുള്ള സംവിധാനങ്ങളെല്ലാം. അതുകൊണ്ടാണ് അവർക്കെല്ലാം ഉണ്ട് എന്ന് പറയുന്നത്. ഏത് നിലക്ക് ചിന്തിച്ചാലും ചികിത്സകളാണെങ്കിലും എന്താണെങ്കിലും അതിൻ്റെ ഏറ്റവും ഉയർന്ന സൗകര്യങ്ങളുണ്ട്. എന്നാൽ അമേരിക്കക്കാർക്ക് ആരുമില്ല എന്നാണ്. എല്ലാവരും ഒറ്റപ്പെട്ട് ജീവിക്കാൻ, ആർക്കും തങ്ങളുടെ സങ്കടങ്ങൾ പറയാനോ പരസ്പരം സഹായിക്കാനോ നമ്മുടെ ഏകാന്തതയിൽ ഒന്ന് പറഞ്ഞ് ആശ്വസിക്കാനോ ആരുമില്ല എന്നാണ്. ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാരണമായി പറയുന്നത് 18 വയസ്സായാൽ ഏതൊരു അമേരിക്കക്കാരനും പ്രായപൂർത്തിയായാൽ അവൻ സ്വതന്ത്രനാണ്. അപ്പോൾ ഒരുപക്ഷെ ആദ്യഘട്ടങ്ങളിലെല്ലാം 18 വയസ്സായ ഓരോ കുട്ടിയും പാരൻസ് ഞങ്ങളുടെ കാര്യത്തിൽ വെറുതെ അനാവശ്യമായി ഇടപെടരുത് എന്ന നിലക്ക് അവർ നേടിയെടുത്തതാണ് ആ സ്വാതന്ത്ര്യം. എന്നാൽ പിന്നീട് സംഭവിച്ചത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ 18 വയസ്സാകുന്നതോടുകൂടെ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ വേണ്ടി പറയും മകളോടും മകനോടും. ഇനി നിൻ്റെ സംരക്ഷണം ഞങ്ങൾക്ക് ചുമതലയില്ല, നിങ്ങൾക്കാവാം എന്ന് അവരോട് പറഞ്ഞ് അവരെ ഇറക്കി വിടുകയാണ് ചെയ്യണം. പൊതുവെ സർക്കാരിൻ്റെ ചില ആനുകൂല്യങ്ങളും സ്കോളർഷിപ്പുകളും ഒക്കെ അവർക്ക് കിട്ടും, അവർ പഠിക്കും. അപ്പോൾ സ്വാഭാവികമായി പിന്നെ അവരെന്താണാവുക, ലിവിങ് ടുഗദറായി അവിടെ ഇവിടങ്ങളിലൊക്കെ അലഞ്ഞ് തിരിഞ്ഞ് അങ്ങനെ മുന്നോട്ട് പോവുകയാണ് ചെയ്യുക. ഒരു കുടുംബത്തിൻ്റെ ഒരു കെട്ടുറപ്പ് ഇല്ലാതെ പോവുകയാണ്. പിന്നെ ഭാവിയിൽ അവർക്കൊരു കുടുംബം കെട്ടിപ്പടുക്കാനാവില്ല. കൂടെ ജീവിക്കുന്നവന് വേണ്ടാന്ന് തോന്നിക്കഴിഞ്ഞാൽ അവൻ ഇറങ്ങിപ്പോവും, അല്ലെങ്കിൽ അവൾ ഇറങ്ങിപ്പോവും. അപ്പോൾ മാതാപിതാക്കളോ, അവരെ പരിചരിക്കാൻ ആളില്ല. 18 വയസ്സിൽ മക്കളൊക്കെ പോയി. യഥാർത്ഥത്തിൽ ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, ഈ കുടുംബങ്ങളും അതേപോലെ തന്നെ ഭാര്യ ഭർത്തൃ ബന്ധവും മക്കളും മാതാപിതാക്കളുമൊക്കെ പരസ്പരം ഭാരമാണെന്ന് വിശ്വസിക്കുകയും വെറുതെ ഞങ്ങളുടെ ജീവിതത്തിൽ ഇടപെടാതെ സ്വതന്ത്രമായി വിടണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്യുമ്പോൾ ഇസ്ലാം നിശ്ചയിച്ചിട്ടുള്ള ഒരു കുടുംബ ജീവിതത്തിൻ്റെ മഹത്വം യഥാർത്ഥത്തിൽ നമ്മളിവിടെ ആലോചിക്കേണ്ടതുണ്ട്, ചിന്തിക്കേണ്ടതുണ്ട്. ഒരാൾ നമ്മളെ സഹായിക്കാനോ ഒരാൾ നമ്മളെ സപ്പോർട്ട് ചെയ്യാനോ ഇല്ലാതെ ജീവിതത്തിൽ നമുക്ക് മുന്നോട്ട് പോകാൻ ഒരിക്കലും സാധിക്കില്ലെന്നതാണ് വസ്തുത. അതുകൊണ്ട് ഈ ബന്ധങ്ങളും കാര്യങ്ങളുമെല്ലാം നമ്മൾ ശരിയായ രൂപത്തിൽ നിലനിർത്തിയാണ് നമ്മൾ മുന്നോട്ടേക്ക് പോകേണ്ടത് എന്നാണ്. ഇപ്പോൾ പൊതുവേ പ്രായമായ മാതാപിതാക്കൾ ഒരു ഭാരമാണ്, അപ്പോൾ ഇനി അവരെ നോക്കാൻ കഴിയില്ല എന്ന് മക്കൾ പറഞ്ഞാൽ എന്തായിരിക്കും അവരുടെ അവസ്ഥ എന്ന് നമ്മൾ എന്ത് ചെയ്യണം, ചിന്തിക്കണം. അപ്പോൾ ഇവിടെ നമ്മൾ പരസ്പരം നിർവഹിക്കുന്ന കടമകൾ, ബന്ധങ്ങൾ, ബാധ്യതകൾ, ഇതിലൂടെ മാത്രമേ ഒരു സമൂഹത്തിൽ നമുക്ക് സ്വസ്ഥതയോടെയും സമാധാനത്തോടെയും നിലനിൽക്കാൻ പറ്റൂ എന്നാണ് വസ്തുത. ഇപ്പോൾ വിവാഹം ഇല്ലെങ്കിൽ എന്താ, ഒരാണിനും പെണ്ണിനും ജീവിക്കണമെങ്കിൽ എന്തിനാ വിവാഹം? അവർക്കിഷ്ടമാണെങ്കിൽ ഒന്നിച്ച് ജീവിച്ചൂടെ? അതായത് അവർ വിവാഹിതരാണെന്നും അവളെ അവൻ ഏറ്റെടുത്തിട്ടുണ്ടെന്നും അവളുടെ കാര്യത്തിൽ അവന് ഉത്തരവാദിത്തമുണ്ടെന്നും സമൂഹത്തെ അറിയിച്ചുകൊണ്ട് ഉള്ള ഒരു ഏറ്റെടുക്കലാണ് ഇതിൽ വിവാഹം എന്ന് പറഞ്ഞാൽ. അങ്ങനെ ആകുമ്പോൾ ഏതെങ്കിലും ഒരു സന്ദർഭത്തിൽ അവളെ അവൻ എന്തെങ്കിലും ഉപദ്രവിക്കുകയോ അല്ലെങ്കിൽ അവന് ബുദ്ധിമുട്ടുകൾ നേരിടുകയോ ചെയ്യുമ്പോൾ നിങ്ങൾ എന്നെ ഏറ്റെടുത്തതാണെന്ന് പറയാനും എൻ്റെ അവകാശങ്ങൾ എനിക്ക് നൽകണമെന്ന് പറയാനുമുള്ള സന്ദർഭം അവളെ സംബന്ധിച്ചിടത്തോളം അവൾക്ക് ലഭിക്കും. അതേപോലെ തന്നെ ഒരു ഭാര്യ എന്ന നിലക്ക് നിൻ്റെ സംരക്ഷണം ഞാൻ ഏറ്റെടുത്തതാണ്, നിനക്ക് എല്ലാ സൗകര്യങ്ങളും ചെയ്തു തരുന്നുണ്ട്, അതുകൊണ്ട് എന്നോട് സഹകരിച്ചും അനുസരിച്ചും പോവാൻ നിനക്ക് ബാധ്യതയുണ്ടെന്നും അയാൾക്ക് പറയാനും കഴിയും. എന്നാൽ വിവാഹമെന്ന ഒരു കരാറില്ലാതിരിക്കുമ്പോൾ പരസ്പരം കടമകളും ബാധ്യതകളും ഇല്ലാതാവുകയും
ഏതർത്ഥത്തിലും അവഗണിക്കപ്പെടുകയും നിരാകരിക്കപ്പെടുകയും ചെയ്യുന്ന അവസ്ഥാവിശേഷങ്ങൾ ഇവിടെ എന്തു ചെയ്യും, സംഭവിക്കും. അതുകൊണ്ട് അല്പം ബുദ്ധിമുട്ടിയാലും നമ്മൾ ഈ കുടുംബ കെട്ടുറപ്പുകളെ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകണം. വിവാഹം കഴിക്കാതിരിക്കൂ, ജീവിതം ആസ്വദിക്കൂ എന്ന് പുതിയ തലമുറയോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. വിവാഹമെന്നത് ജീവിതത്തിൻ്റെ ആസ്വാദനങ്ങൾക്ക് തടസ്സമാണെന്നാണ്. ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ ആസ്വാദനമാണ് ഭാര്യ ഭർത്തൃ ബന്ധം എന്ന വസ്തുത പലപ്പോഴും ഇവരൊക്കെ മനസ്സിലാക്കാതെ പോകുന്നു എന്നാണ് കാര്യം. അതുകൊണ്ട് ശരിയായ രൂപത്തിലൊരു കുടുംബ ബന്ധത്തെ മുന്നോട്ട് കൊണ്ടുപോകാനും കുടുംബ ബന്ധങ്ങളെ തകർക്കുന്ന, കുടുംബ കെട്ടുറപ്പെ നശിപ്പിക്കുന്ന എല്ലാവിധ പ്രചാരണങ്ങളിൽ നിന്നും ചിന്താഗതികളിൽ നിന്നും വിട്ടുനിൽക്കാനും നമ്മുടെ മക്കളെ കുടുംബത്തിൻ്റെ പ്രാധാന്യവും മഹത്വവും ബോധ്യപ്പെടുത്താനും ശ്രമിക്കുക. അള്ളാഹു അനുഗ്രഹിക്കട്ടെ.